Welcome to Barzuga. Welcome to Morocco. And it's unbelievable. Moroccan snow undo. Are you a YouTuber? Yeah, snow. Yeah. Good morning, Sabah al Khair. മൊറോക്കോയുടെ 4ാം ദിവസം. ഇന്ന് നമ്മൾ പോകുന്നത് ഈ ട്രിപ്പിൽ നമ്മളെ എക്സൈറ്റിംഗ് പാർട്ടായിട്ടുള്ള സഹാറ ഡെസേർട്ടിലേക്കാണ്. മർസൂഖ ഡെസേർട്ട് പോയി മറക്കേഷിലേക്ക് 3 ദിവസത്തെ ട്രിപ്പാണ്. അതാണ് നമ്മൾ മെയിനായിട്ട് ആഗ്രഹിച്ചു വന്ന സാധനം. സോ നമ്മളെ ഡ്രൈവർ വെക്കാൻ വരും. ഇത് ഞാൻ ആദ്യം ഈ ട്രിപ്പ് ഗെറ്റ് യുവർ ഗൈഡൊന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് റിവ്യൂസ് ഒന്നും കാണാൻ ഇപ്പോൾ ക്യാൻസൽ ചെയ്തു. പിന്നീട് എൻ്റെ ഹോസ്റ്റ് വേറെ ഒന്ന് ബുക്ക് ചെയ്തു. അവൻ്റെ അടുത്ത് കുറച്ചും കൂടി 10-60 കുറവായിരുന്നു. ഇതാകുമ്പോൾ എന്താ വെച്ചാൽ ഇതുപോലെ പിന്നെ ഇങ്ങനെ ഇവരെന്നെ കോണ്ടാക്ട് തരും എല്ലാ കാര്യങ്ങളും. അപ്പോൾ ആ ഒരു ഹെൽപ്പ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനും ഇവരുടെ കൂടെ തന്നെ അങ്ങ് ബുക്ക് ചെയ്തു. അങ്ങനത്തെ നമുക്കൊന്നും മനസ്സിലായില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ അല്ലെങ്കിൽ ഹെൽപ്പ് ഇല്ലെങ്കിൽ നമ്മൾ തെണ്ടി തിരിച്ചു പോകുള്ളൂ. നമുക്കൊന്നും മനസ്സിലാവില്ല. ഞങ്ങളെ വണ്ടി കയറി കുഴപ്പമില്ല, അത്യാവശ്യം നല്ല സീറ്റിംഗ് ആണ്. തന്നെ ആയിരിക്കും മർസൂഖ വരാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് ഏകദേശം 9 മണിക്കൂറിനടുത്ത് യാത്ര ഉണ്ട്. പല സ്ഥലങ്ങളിൽ സ്റ്റോപ്പ് ചെയ്യും. പക്ഷേ ഇത് ലോങ് ജേണിയാണ്. മർസൂഖ എത്താറ് ഇതാണ് നമ്മുടെ ഏറ്റവും ഹൈലൈറ്റഡ്. ഹോപ്പ്ഫുള്ളി നല്ല വെതറായിരിക്കും വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ യാത്ര കുറച്ച് നേരമായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട് സീറ്റിലൊക്കെ വേറെ ആൾക്കാർ ഇരുന്നത് അവിടെ വെയിറ്റ് ചെയ്യാന്നുള്ളൂ. ഏകദേശം 10-12 ആൾക്കാരുണ്ട് വണ്ടിയിൽ. സോ കുറച്ച് നേരം സ്റ്റോപ്പ് ചെയ്യും. ഞാൻ പോകുന്ന വൈകിയാണെങ്കിൽ അപ്ഡേറ്റ്സ് തന്നോണ്ടറിയാം. ഒരുപാട് സീനിക് ബ്യൂട്ടിഫുൾ വേസ് വരാനുണ്ട്. അതുകൊണ്ട് എല്ലാ റോഡ്സും ഒന്നും കാണിക്കുന്നില്ല. സോ ലെറ്റ്സ് ഗോ ആൻഡ് എൻജോയ് ദ മെയിൻ പാർട്ട്. ഓക്കെ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പിൽ എത്തിയിരിക്കുകയാണ്. ഇഫ്രാനെ എന്ന് പറഞ്ഞ സ്റ്റോപ്പ് ഇതാണ്. ഇത് അറിയപ്പെടുന്നത് മൊറോക്കോയുടെ സ്വിറ്റ്സർലാൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവരുടെ ഒരു 10-15 മിനിറ്റ് നിർത്തും. പിന്നെ ഇത് നമ്മൾ വന്ന ബസ്, വലിയ വലിയ ബസ്സുകളിലൊക്കെ പല ആൾക്കാർ ഇവിടെ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. We are now at സ്വിറ്റ്സർലാൻഡ് ഓഫ് മൊറോക്കോ. എനിക്ക് കൈയൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല വരച്ചിട്ട്. അപ്പൊ അത്രയും തണുപ്പാണ് ഇവിടെ. അടിപൊളി സ്ഥലമായിട്ടത്. എന്താ രസം. നമുക്ക് കിടിലം പാർക്ക്. എനിക്ക് തോന്നുന്നു ഇവിടെ സ്നോവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ദർ എക്സ്പെക്ടിങ് സ്നോ ഇൻ സം ഡേയ്സ്. ഏകദേശം നമ്മളിപ്പോൾ ഫെസ്സിന്ന് വലിയ ദൂരമില്ല. ഫെസ്സിന് ഏകദേശം നമ്മൾ 1.5 മണിക്കൂറിനുള്ളിൽ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ റോഡ്സൊക്കെ അടിപൊളിയാണ്. നല്ല സീനിക് റോഡായിരുന്നു. പക്ഷേ ഫ്രണ്ടിൽ വേറെ ആൾക്കാർ വരുന്നതുകൊണ്ട് നമുക്ക് എടുക്കാനൊന്നും പറ്റിയില്ല. എമ്മായിരുന്നു തണുപ്പ്. ഇങ്ങനെയാണെങ്കിൽ ഡെസേർട്ടിലൊക്കെ നമ്മൾ പെട്ടുപോലോ. ബ്യൂട്ടിഫുൾ കേട്ടോ. ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമേസിങ് പ്ലേസ്. ആൻഡ് ഇറ്റ്സ് അൺബിലീവബിൾ. മൊറോക്കോയിൽ ഞാൻ സ്നോ കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കാൻ പറ്റുമോ? ദിസ് ഈസ് ടു മച്ച് ഓഫ് സ്നോ. സി, നമ്മൾ ഇഫ്രാനിലേക്ക് വരുന്ന വഴികളുണ്ട്. ഇഫ്രാന ഈസ് നോൺ ഫോർ സ്നോസ്. മൊറോക്കോ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് സഹാറ മരുഭൂമിയും അതിൻ്റെ വലിയ വലിയ സൂക്കുകളും കാര്യങ്ങളും ഒക്കെയാണ്. അതിൽ നിന്ന് എനിക്ക് വ്യത്യസ്തമായൊരു അനുഭവമായിരുന്നു ഇഫ്രാനയിലെത്തിയപ്പോൾ ഉണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് ഇഫ്രാനെ സ്വിറ്റ്സർലാൻഡ് എന്ന് വിളിക്കുന്നത്, മൊറോക്കോയുടെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടാനുള്ളത്? ഇവിടുത്തെ കാലാവസ്ഥ തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. ചൂടുകാലത്ത് പോലും ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പ് അനുഭവിക്കുകയും വിൻ്ററിലാവുന്ന സമയത്ത് ഇവിടെ സ്നോ വീഴുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഈ റോഡിന് 2 വശത്തും കാണുന്ന സ്നോ കാണുമ്പോൾ നമുക്കൊരു സ്വിറ്റ്സർലാൻഡിലെത്തിയ ഫീല് പോലെയാണ് കിട്ടുന്നത്. വളരെ ക്ലീൻ ആയിട്ടുള്ള റോഡുകൾ, യൂറോപ്യൻ സ്റ്റൈൽ വീടുകൾ, നല്ല പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ. അതാണ് ഇഫ്രാനയുടെ പ്രത്യേകത. ഞങ്ങൾ ഫെസ്സിൽ നിന്നും മർസൂഖയിലേക്ക് പോകുന്ന റൂട്ടിലായിരുന്നു നമുക്ക് ഇഫ്രാനെ വിസിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം 1 മണി 12:45. നമ്മൾ അടുത്ത സ്റ്റോപ്പ് ലഞ്ചിന് വേണ്ടിയിട്ടാണ്. വരുന്ന വഴികളെല്ലാം അമേസിങ് ആട്ടോ. ഭയങ്കര റോഡ്. ഇപ്പം ആ മഞ്ഞിന്റെ ടെറൈനൊക്കെ മാറി. ഇപ്പം കണ്ടോ നിങ്ങള്? ഇപ്പം നേരെ ഇതിലേക്ക് മാറി. നമ്മൾ ഫുഡ് കഴിക്കാതിരിക്കുന്ന സ്ഥലം നോക്കി ഒരു ടെറസില്ല. എന്താ ചെയ്യുന്നത്? അങ്ങനെ ആ കാണുന്ന മഞ്ഞുമലകളാണ്. നിങ്ങൾ വരുന്ന വഴിക്ക് ഫുള്ള് തന്നെയാണ് കേട്ടോ. നിങ്ങൾ ഇതിലൂടെ ഒക്കെ റെൻ്റേക്കാരടുത്ത് സ്വന്തമായിട്ടാണ് വരുന്നതെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് പെട്രോൾ പമ്പുണ്ട്. ഇതാ സലാമത്ത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പമ്പുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഫുഡ് കഴിക്കാനുള്ള സ്ഥലമുണ്ട്. നമ്മളിവിടെ നിർത്തിയിട്ടുള്ളത്. ഇവിടെ പെട്രോളിന് 11-12 കാണുന്നുണ്ട്. റേറ്റ് ഉണ്ട് കേട്ടോ. ഒരു 4-5 ദിർഹംസ് ഉണ്ട്. മീറ്റ് സ്ക്വേഴ്സ് ആണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. കബാബും റൈസും കുറച്ച് മക്രൂണി എല്ലാം കൂടി ആയിട്ട് ഏകദേശം 90 ദിർഹംസിൻ്റെ. പിന്നെ ഇങ്ങനത്തെ യാത്ര ആയതുകൊണ്ട് തന്നെ നിർത്തുന്ന എല്ലാ സ്ഥലത്തും ഭയങ്കര റേറ്റ് ആയിരിക്കും. ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവന്നിരുന്നു. പക്ഷെ എന്നാലും അത്യാവശ്യം ലോങ് ആയി പോകാനുള്ളത് കൊണ്ട് ഇവിടെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഫുഡൊക്കെ വേണ്ടിയിരിക്കണം. പലതുണ്ട്. റോസ്റ്റ് ചിക്കൻ ഉണ്ട്, തജീൻ ഉണ്ട്. അതാണ് തജീന് വരുന്നത് കണ്ടോ.
ഖജന എങ്ങനെ ഉണ്ടാവും? ഖജനാണ് കുറച്ചുകൂടി ഹെവി ക്വാണ്ടിറ്റി ഉണ്ടാവും. ഇത് നമ്മൾ കഴിച്ചു നോക്കാം. നമ്മളങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ഫുഡ് പോരാ, എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഫ്രൂട്ട്സ് കഴിച്ചാൽ മതിയായിരുന്നു, വെറുതെ 110 പോയി. ഓഫ്കോഴ്സ് ഇങ്ങനത്തെ ഏരിയ ആയതുകൊണ്ട് കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും. പക്ഷെ എല്ലാം തണുത്തിട്ടായിരുന്നു. ചോറായാലും ഫ്രഞ്ച് ഫ്രൈസ് ആയാലും എല്ലാം ഒരു തണുത്തമുണ്ട്. സോ ഇറ്റ്സ് ഓക്കെ. എന്തായാലും വയറ് ഫുള്ളായി. കെട്ടിയതൊക്കെ കഴിച്ചു. നമസ്കാരം കഴിഞ്ഞു. ഇതിൻ്റെ അടുത്ത് അവിടെ നിർത്തിയപ്പോൾ ആ ഒരു ഗുണമായി. നേരെ ഡെസേർട്ടിലേക്ക് വിടുന്നത്. അത് നമ്മൾ അടുത്ത സ്ഥലത്ത് നിർത്തിയാണ് സിറ്റ്സ് വാലി. ഹൊർസുഗലേക്ക് ഉള്ളത് കണ്ടോ നിങ്ങൾ? ആ വീടുകൾ കാണുന്നില്ല. അങ്ങനെ മണ്ണ് കൊണ്ടുണ്ടാക്കിയ വീടുകൾ പുറകിൽ മൊത്തം ഈത്തപ്പഴത്തോട്ടങ്ങളാണ് കേട്ടോ. ഇതൊക്കെ ഈത്തപ്പഴത്തോട്ടം വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഈ ഒരു ഫോട്ടോ നമ്മൾ എല്ലാ സ്ഥലത്തും കണ്ടിട്ടുണ്ടോ? ഇങ്ങനത്തെ ഒരു സാധനങ്ങൾ മൊറോക്കോ അടിക്കുമ്പോൾ തന്നെ നമ്മളെ ഫോട്ടോസിൽ വരുന്ന ഒരുപാട് സാധനങ്ങളാണ് ഈ കാണുന്ന സാധനങ്ങളൊക്കെ ഇപ്പോൾ. അപ്പൊ അവൻ പറഞ്ഞ പോലെ എല്ലാരും ഒരു വണ്ടിയിലുണ്ടാവാ. ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നമ്മളിപ്പോ ഒരു വണ്ടിയിലേക്ക് കയറാണ്. അസ്സലാമു അലൈക്കും. ബാക്കിയുള്ള ടീമൊക്കെ അതിൽ പോയി, നമ്മൾ മാത്രം ഇതിലേക്ക് കയറാണ്. നമുക്ക് വേറെ ക്യാമ്പാണെന്ന് തോന്നാം. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മളിപ്പോ ഒരു സ്ഥലത്ത് ഇറങ്ങിയില്ല. അപ്പൊ ആ ട്രിപ്പിന്റെ അകത്ത് 2 ദിവസം മറക്കേഷിലേക്ക് പോകുന്നവരുണ്ട്, 4 ദിവസം ഡെസേർട്ടിൽ നിൽക്കുന്നവരുണ്ടാവും, 3 ദിവസം നിൽക്കുന്നവരുണ്ടാവും. അപ്പൊ ഓരോരുത്തരുടെ ക്യാമ്പ് ഡിഫറെന്റ് ആയിരിക്കും. ഇവരെന്താ വെച്ചാൽ എല്ലാരെയും ഒരാള് കലക്ട് ചെയ്ത് കൊണ്ടുവരും. ഇത്രയും ട്രാൻസ്പോർട്ടേഷൻ ലഭിക്കാൻ വേണ്ടിട്ടാ. എന്നിട്ട് നമ്മളിവിടെ വിട്ട് ഓരോ ക്യാമ്പിൽ ഇയാൾ വിട്ടുകൊടുക്കും. അപ്പൊ എന്റെ ക്യാമ്പിൽ നിന്ന് പിക്ക് ചെയ്യുന്ന ആളാണിത്. അങ്ങനെ ഞങ്ങളിപ്പോ ക്യാമ്പിൽ പോയി ഞാൻ മാത്രമേ ഉള്ളൂ ആ ബാച്ചിൽ നിന്ന്. 13 ആളിലേക്ക് ഞാൻ, ബാക്കി എല്ലാവരും വേറെ വേറെ സ്ഥലത്തേക്കാണ്. സോ ഏകദേശം 5 മണിയായി. സൺസെറ്റ് കിട്ടുന്ന വിചാരിക്കാം പെട്ടെന്ന് പോയിട്ട്. മൊറോക്കൻ യാത്രയിൽ നമുക്ക് ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഈ മെർസൂക്ക ഡെസേർട്ടിൽ വന്നുള്ള സ്റ്റേ. ഇവിടെ ആക്ച്വലി നിങ്ങൾക്ക് 2 തരത്തിൽ വരാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഫെസിൽ നിന്ന് മെർസൂക്ക വഴി മറാക്കേഷിലേക്കോ, അല്ലെങ്കിൽ മറാക്കേഷിൽ നിന്ന് മെർസൂക്ക വഴി ഫെസിലേക്കോ പോകാവുന്നതാണ്. സമയം കുറവുള്ളവർ മറാക്കേഷിൽ നിന്ന് ഡയറക്റ്റ് മെർസൂക്ക വരെ വന്ന് മാത്രം പോകാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഏകദേശം എൻ്റെ 3 ദിവസം വരുന്നത് ഞാൻ ഫെസിൽ നിന്ന് മെർസൂക്കയിലേക്ക് എത്തുന്ന ഈ ഒരു ദിവസം. 2ാമത്തെ ദിവസം ഞാൻ ഇവിടുന്ന് പോകുന്നത് ഓരോരുത്തത്തിൽ താമസിക്കാനാണ്. 3ാമത്തെ ദിവസമാണ് നമ്മൾ നേരെ മറാക്കേഷിലെത്തി. ഇതിനിടയിൽ ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വരുന്ന എപ്പിസോഡ്സിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഈ ട്രിപ്പിന് വേണ്ടി എനിക്ക് ഏകദേശം 700 ദിർഹംസിനടുത്താണ് ചിലവായിട്ടുണ്ടായിരുന്നത്, UAE ദിർഹംസിൽ. അപ്പോൾ ഇവരുടെ 150-160 യൂറോസിനൊക്കെ കിട്ടുന്നതാണ്. ഇതിൽ നമ്മുടെ ലഞ്ച് അല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആണ്. അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും അതുപോലെ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒക്കെ. ഇതാണ് മെർസൂക്ക ഡെസേർട്ടിൽ നമ്മളിപ്പോൾ അവിടെ കാറിലിറക്കി നമ്മൾ നേരെ ഒട്ടകപ്പുറത്ത് കയറ്റി കൊണ്ടുപോവാണ്. ഒട്ടകം നമുക്കൊരു വിഷയമല്ലെങ്കിലും സഹാറ ഡെസേർട്ടിലുള്ള ക്യാമൽ റൈഡ് നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ നമ്മളെ ക്യാമ്പിൽ എത്തിക്കും, നമ്മളെ ലഗേജ് അവൻ കൊണ്ടുവരും. അപ്പൊ ഞാൻ അവിടെ നിന്ന് ജസ്റ്റ് വാങ്ങിയതാണ്. എന്റെ കെട്ട് എത്രത്തോളം നന്നായിട്ടുണ്ട് എന്നറിയില്ല, അത്ര മോഡലേക്ക് ആയില്ല, അങ്ങനെ കുഴപ്പമില്ല. ബാക്കിൽ 3-4 ആൾക്കാരുണ്ട്. ഇതൊന്നും നമ്മുടെ ടീമുള്ള ആൾക്കാരല്ല. അപ്പം നടന്നു വലിയ തണുപ്പില്ല കേട്ടോ. ഇറ്റ്സ് ഓക്കെ. ഭയങ്കര തണുപ്പൊന്നും തോന്നുന്നില്ല. എൻ്റെ അടുക്ക് ഒരാൾക്കൊന്ന് ഇറങ്ങേണ്ടി വന്നു. സോ അമേസിങ്. നല്ല കാണണം. ഈ ചെർബി ഡ്യൂൺസ് എന്നാണ് ഈ സാധനത്തിന് പറയുന്നത്. നമ്മളിന്റെ മേലെ കൂടെ നിർത്തിയോണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. അവിടെ ഇങ്ങനെ സൂര്യനെ കാണാം. എപ്പുറം നോക്കുമ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ ചന്ദ്രനെ കാണാം. ഭാഗ്യം ഉണ്ടെങ്കിൽ രാത്രി നക്ഷത്രങ്ങളും കാണാം. നക്ഷത്രങ്ങളെ കണ്ട് കിടന്നുറങ്ങാം. എൻ്റെ ആകെയുള്ള പേടി ഇവിടുത്തെ മഴ പെയ്യോ എന്നുള്ളായിരുന്നു. ബട്ട് ദ വെദർ ഈസ് സോ ഗുഡ്. ഒരു ഭയങ്കര തണുപ്പില്ല, നോർമൽ കണ്ടീഷനിലാണ്. ഇത് മുന്നോട്ട് കാണുന്നുണ്ട്. അങ്ങനെ നടന്ന് നമ്മൾ ക്യാമ്പിലെത്തുമ്പോഴേ 1.5 മണിക്കൂർ ഔട്ടോ. 1.5 മണിക്കൂറിൽ അതിൻ്റെ മേലെ പോകുന്നു തോന്നുന്നു. മെർസൂക്ക ലോകത്തിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് മരുഭൂമിയായിട്ടുള്ള സഹാറ മരുഭൂമിയുടെ ഹൃദയം എന്നറിയപ്പെടുന്നത് ഈ മെർസൂക്കയാണ്. അത്രയേറെ മനോഹരമായ, അത്രയേറെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യാത്രയിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മെർസൂക്കയുടെ മണ്ണിലേക്ക് സ്വാഗതം. വെൽക്കം ടു മൊറോക്കോ. അങ്ങനെ നമ്മളവിടെ ഒട്ടകത്തിന് പാർക്ക് ചെയ്ത് സൺസെറ്റ് ബാക്കിൽ കാണാൻ വേണ്ടിയിട്ട് കുന്നിൻ്റെ മേലേക്ക് കയറാണ്. സോ ഇവനോട് ഞാൻ പറഞ്ഞപ്പോൾ വേറെ രീതിയിൽ മാറ്റി കേട്ടി തന്നത്. എല്ലാവർക്കും ഓരോരോ രീതിയാണെന്ന് തോന്നുന്നു. കുറച്ച് ആൾക്കാരേ ഉള്ളൂ കേട്ടോ, നല്ല രസമുണ്ട്. പിന്നെ ഓവറൊരു തണുപ്പില്ലാത്തതുകൊണ്ട് ഒരു സുഖമുണ്ട്. ഒട്ടകങ്ങളൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് മേലോട്ട്.
ഭ്രാന്തന്മാരിതാ മണല് കാണാത്ത കളി കളിക്കുന്ന ആൾക്കാര്. അപ്പോൾ നമ്മളിതാ ജാക്കറ്റൊക്കെ കയറ്റി പലരും പല കോലത്തിൽ കെട്ടിയതുകൊണ്ട് പല കോലത്തിലുള്ളത്. അപ്പോൾ മഞ്ഞ വെളിച്ചം മുഖത്തേക്ക് അടിച്ച് തീർന്നു. സൺസെറ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ തിരിച്ചിറങ്ങാൻ പോകുന്നത് നമ്മളുടെ സ്വന്തം ക്യാമ്പിലേക്ക്. As you may see the moon there, and we are just moving to the camp. How beautiful it is! How beautiful it is! അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. നമ്മൾ കഴിഞ്ഞെത്തിയപ്പോൾ ക്യാമ്പ് ഫയർ സെറ്റ് ആയിട്ടുണ്ട്. നല്ല അടിപൊളി വ്യൂ ആണ് ചന്ദ്രൻ്റെ. പിന്നെ അങ്ങനെ ക്യാമ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കാം. ഒരുപാട് ക്യാമ്പുകളുണ്ട്. ഓരോരുത്തർ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും പ്രൈവറ്റ് ടൂർ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ കിട്ടുന്നുള്ളൂ. അതിനിപ്പോൾ മ്യൂസിക് നൈറ്റും പിന്നെ ഫുഡും കൂടി ഉണ്ട് നമുക്കിനി. സോ ഗൈസ് നല്ല രസമല്ലേ, അടിപൊളി സെറ്റപ്പല്ലേ കാണാൻ വേണ്ടിയിട്ട് തന്നെ. ഒരുപാട് ടെൻ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു 8-10 ടെൻ്റ് എങ്ങാനുണ്ട്. ഓരോരുത്തർ നമ്മളെ ഒട്ടകഥ അങ്ങനെ നടന്നു പോകുന്നത്. എന്താ ഭയങ്കര സീനിക് വ്യൂസാണ് കേട്ടോ. നല്ല ക്യാനോണൊക്കെ ഉണ്ട് കിടക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ റൂം വന്നത്. സോ എന്താ അടിപൊളിയല്ലേ സെറ്റപ്പ്. നല്ല ബെഡും, എനിക്ക് തോന്നുന്നത് ഒരു ഫാമിലി ആണെന്ന്. കുട്ടികൾക്ക് കിടക്കാനുള്ള ചെറിയൊരു ബെഡുണ്ട്. പിന്നെ ഒരു മിറർ ഉണ്ട് ഇവിടെ. അതിനൊരു ലോക്ക് കാണുന്നുണ്ട്. നെക്സ്റ്റ് വാഷ്റൂം, ഹോട്ട് വാട്ടറൊക്കെ വരുമായിരിക്കും പ്രതീക്ഷിക്കാം. പിന്നെ എന്താ ഒരു ക്ലോസറ്റ്, ഇപ്പുറത്തെ ഷവറുണ്ട്. അത്യാവശ്യം നല്ല സെറ്റപ്പാണുള്ളത്. പിന്നെ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അതൊരു ഹോട്ടൽ റൂമായിട്ട് തന്നെ അവർ ഒരുക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു യെസ് ചാർജിങ് പോയിന്റ് ഇവിടെ ഇങ്ങനെ ഇത് കുത്തിയെടുക്കുന്ന പോലെ കാണിച്ചിട്ടുള്ളത്. ഇതൊക്കെ മതിയാവുമെന്ന് വിചാരിക്കല്ലേ. തണുപ്പിനെ പ്രതിരോധിക്കാൻ ടവലുണ്ട്, എല്ലാ സാധനങ്ങളുണ്ട്. നമ്മളൊന്നും കൊണ്ടുവരേണ്ട ആവശ്യം വന്നില്ല. സോ ഇതുപോലെ ഒരുപാട് റൂമുണ്ട്. അപ്പോൾ ഫാമിലീസൊക്കെ വരുന്നവർക്ക് അങ്ങനെ കൊടുക്കുമായിരിക്കും. എന്നിട്ട് ഇത് കഴിഞ്ഞൊരു 7:45 ആകുമ്പോൾ നമുക്ക് മറ്റേ റെസ്റ്റോറൻറ്റ് പോയി ഫുഡ് കഴിച്ചിട്ട് അവിടെ തീ കായാനിട്ടുണ്ട്. അവിടെ പോയിരുന്ന പാട്ട് പരിപാടിയൊക്കെ ഉണ്ടാവും. സോ എക്സൈറ്റഡ്. ഇതായിരുന്നു ഈ ട്രിപ്പിലെ ഏറ്റവും ആഗ്രഹിച്ചു വന്ന സാധനം. സോ ഇൻഷാല്ലാ സോ ഫാർ ഗുഡ്. സൺസെറ്റൊക്കെ നമ്മൾ ഈ വിൻ്റർ ടൈം ആയതുകൊണ്ട് തന്നെ അധികം ടൈമില്ല, പെട്ടെന്ന് തന്നെ ഇരുടാവും. 6 മണിയൊക്കെ ആകുമ്പോഴങ്ങനെ ഇരുടായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സമ്മറിലായിരുന്നു നമുക്ക് ചിലപ്പോൾ കുറച്ചും കൂടി സമയം കിട്ടിയേനെ സാൻഡ് ബോർഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നമ്മൾ അവിടെ നേരൊക്കെ പുറപ്പെട്ടിട്ട് തന്നെ അവിടെ നമ്മൾ ഏകദേശം 5 മണിക്ക് അതിൻ്റെ ഇടയ്ക്ക് ലഞ്ച് ബ്രേക്ക് മറ്റേ ബ്രേക്ക് അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് തന്നെ. സോ റൂമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല ഫെസിലിറ്റിയാണ് കേട്ടത്. അങ്ങനെ നമ്മളിതാ ടെൻറ്റുകൾ അവിടെയാണ്. ഇവിടെയാണ് റെസ്റ്റോറൻ്റ് ഉള്ളത്. ഇവിടെ ക്യാമ്പ് ഫയർ ഒരുക്കിയിട്ടുണ്ട്. റെസ്റ്റോറൻ്റൊക്കെ കിടിലൻ റെസ്റ്റോറൻറ്റ്, നല്ല വൃത്തിയുള്ള റെസ്റ്റോറൻറ്റ്. ഡിന്നർ വന്നു തുടങ്ങി, ടീമെല്ലാം റെഡിയാണ്. നമുക്ക് ബ്രെഡ് വന്നു, അതിൻ്റെ കൂടെ ഒരു പിന്നെ സൂപ്പ് വന്നു. പിന്നെ ബുഫറ്റാണ്, ആക്ച്വലി ബുഫറ്റ് അല്ല. Gonzalo, say hi. Hey, hello. Rodrigo. Gabriello, and we have a lot of people here. Euro team is here. Let's go. Gonzalo is trying the chili. No, I mean too much spicy for me. Take this soup. Take this soup. The pepper. Yeah, this too much spicy for me. പുതിയ സാധനം കൊണ്ടുവന്നിട്ടോ. So this will my entire നല്ല ഫുഡ് സെറ്റ്. ഡിഷിന്റെ പേരൊന്നും കക്കിരിട്ടിട്ട് കക്കിരിന്റെ മേലെ ചീസൊക്കെ വെച്ചിട്ട് ഹെവി സാധനം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. മറ്റാള് മുളകടിച്ചിട്ട് സീനായി നിൽക്കാണ്. You can let him cook. Let him cook. Because I think it's all cooked together. നമ്മ അടുത്ത സാധനം വന്ന് നോക്കളെ. പൊട്ടാറ്റോ and there is chicken inside. Yes. I think actually tajin. Yeah, of course. I mean, is that actually tajin or something? no, there's no tajin inside. It's just potato chicken ഒക്കെ ഉള്ള സാധനമാണ്. അത് അതിനകത്ത് എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട്. വെരി ഡെലിഷ്യസ് ഡിന്നർ ആണ്.
I don't know guys how to show this to you. നമുക്ക് നക്ഷത്രങ്ങളെ കണ്ട് മണ്ണിൽ കിടക്കാന്നൊക്കെ നമ്മൾ പറയില്ല, അതുപോലത്തെ ഒരു സിറ്റുവേഷൻ ആണ് കേട്ടോ. ഗേസിങ് സ്റ്റാർസ്. സഹാറ ഡെസേർട്ടൊക്കെ നിങ്ങൾ എന്തായാലും ചെയ്യേണ്ട സാധനമാണ് കേട്ടോ. അത് മറാകേഷിന് വരാം, ഫെസ്റ്റിനും വരാം. നമുക്ക് വൈബായിട്ട് ഇങ്ങനെ പൊട്ടിപ്പാട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കാം. ആർസെല്ലാം കണ്ടപ്പോൾ ടീം ഇപ്പോൾ നമുക്ക് അവിടെ മരുഭൂമി തന്നെ കിടക്കുന്ന പറയുന്നത്. This is what happened when you're with some crazy people. See? നമ്മൾ പ്രാതന്മാരുടെ കൂടെ പോയിട്ട് വേണ്ട സാൻഡ് ബോർഡ് ഞാൻ പോരാ അത്തിനാട്ടപ്പാർക്ക് ഞാനൊക്കെ പഠിച്ചു പോയി. ജസ്റ്റ് ഏതായാലും ഒരു ഫണ്ണല്ലേ, എൻജോയ്. Go secure. Like that, like that. Go, go, go. Good, good. Epa. Right. Gonzalo, say hi here. Hi and goodbye. Okay. You need to go a bit lower. And be as straight as you can. Like don't turn. The buco. Woohoo! It's a small, this one. Inside is small. രണ്ടാള് സ്പെയിനിൽ നിന്ന്, ഒരാള് സ്വിറ്റ്സർലാൻഡിൽ നിന്ന്. എല്ലാ രാത്രി നട്ടപ്പാരൊക്കെ സാൻഡ് ബോർഡിങ് വന്നു. For sure, yeah. ഹായ്, അപ്പം നമ്മളങ്ങനെ ഇന്നത്തെ എക്സ്പെഡിഷൻ കഴിഞ്ഞു. ഇന്ന് രാവിലെ തൊട്ട് പുറപ്പെട്ട് പറയുകയാണെങ്കിൽ രാവിലെ നമ്മൾ റൂമിൽ നിന്ന് ഏകദേശം ഏറൊക്കെ ഇറങ്ങി. പിന്നെ ഇഫ്രാനയിൽ വന്ന്, ഇഫ്രാന ഇസ് ബ്യൂട്ടിഫുൾ. നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല, രണ്ട് സൈഡും ഫുള്ള് സ്നോ ആയിരുന്നു. മൊറോക്കോയിൽ സ്നോ ആണെന്ന് വെച്ചാൽ പിന്നെ കാനിയോൺസ്, പിന്നെ ലേക്ക്, നല്ല ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ കുറച്ച് സ്ഥലത്തേക്ക് ഫുഡ് കഴിക്കാൻ അങ്ങനെയൊക്കെ നിർത്തി. 5:30 നമ്മൾ അവിടെ എത്തി, പിക്കപ്പ് കയറി ഇവിടെ വന്ന് ക്യാമൽ റൈഡ് ചെയ്തു, സൺസെറ്റ് കണ്ടു. തിരിച്ച് ക്യാമൽ റൈഡ് ക്യാമ്പിലെത്തി, ഫുഡ് കഴിച്ചു. പിന്നെ കുറച്ച് മ്യൂസിക്കും പരിപാടികളൊക്കെ. മ്യൂസിക് വെച്ചാൽ ഇവരെ 3-4 പാട്ടൊക്കെ അവർ പാടിയുള്ളൂ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് മുട്ടി സമയമായി. പിന്നെ ഒരു പ്രാന്തിന് സാൻഡ് ബോർഡ് കളിക്കാൻ പോയി. സാൻഡ് ബോർഡിന് മുകളിൽ ഒലിഞ്ഞ് 1-2 വട്ടം ട്രൈ ചെയ്ത് സക്സസ് ആയി. പിന്നെ കുറച്ച് ഹൈറ്റിലേക്ക് പോയി, അതിലൊന്ന് ചെയ്ത് പകുതി വയ്ക്കുന്നത് ചെറുതായിട്ടൊരു റിയൽ വീണുണ്ട്. ഇൻഷാല്ലാ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കാം. ഇങ്ങനെ ട്രിപ്പ് 4-5 ദിവസം ബാക്കിയുള്ളതാണ്. ആൻഡ് ഇതിൻ്റെ ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. റഷ്യ, സ്പാനിയ, എന്താ പറയുക, സ്പെയിന്, ഇറ്റാലിയ, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. ഭയങ്കര ഫ്രണ്ട്ലി ആൾക്കാരായിരുന്നു എല്ലാവരും. നല്ല ജോളി അടിച്ച് സംസാരിച്ച് അങ്ങനെയാണ് സാൻഡ് ബോർഡൊക്കെ കളിക്കാൻ പോയത്. സോ വീഴ്ച വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കാം. എന്തായാലും ബെർസക വാസ് അമേസിങ്. ഞാൻ 3 ദിവസം ടൂർ എടുത്ത്, നാളെ മറ്റന്നാളും കൂടി കഴിയുമ്പോൾ കറക്റ്റ് പറഞ്ഞിട്ട് എന്തൊക്കെയായിരുന്നു, എന്താണ് അടിപൊളി എന്നുള്ളത് ഫുള്ള് കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. സോ ഐ വിൽ ജസ്റ്റ് വൈൻഡ് അപ്പ് ദിസ് വീഡിയോ. Day 4. Bye bye.